ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു പൂരിയാണ്. അപ്പോൾ ഇന്നിവിടെ ചെയ്യണത് അരിപ്പൂരിയാണ്. ഇതിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ കറികളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് അരി വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിലും തിരക്കടൊന്നുമില്ല. പിന്നെ അതിലോട്ട് തന്നെ 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മുടെ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ, 1 മുറി മുഴുവനായിട്ട് ആവശ്യമില്ല. പിന്നെ അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ പുട്ടുപൊടി ആവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ കുറച്ച് സമയമൊക്കെ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ബലം വരാനും അതുപോലെ വെള്ളമില്ലാത്ത അവസ്ഥയൊന്നും വരാനൊന്നും പാടില്ല, എങ്കിലേ നന്നായിട്ട് പരന്ന് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഇതുപോലെ പത്തിരിക്കല്ലിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷേപ്സ് ഒന്നും നോക്കുന്നില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ പരത്തിയെടുത്തിട്ട് ഷേപ്പൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിനാക്കിയെടുക്കാം. പിന്നെ ഇത് ഒരുപാടങ്ങ് കനലിയാണ്ട് പരത്തരുത്, അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, പിന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പുട്ടുപൊടിയല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ പതുക്കെ നൈസായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് തന്നെ പതുക്കെ അങ്ങ് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ബബിൾസൊക്കെ മുകളിൽ നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, ഒന്നും പറയാനില്ല. നിങ്ങളൊരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളല്ലേ, അധികം പണികളൊന്നുമില്ല. പരത്താനാണെങ്കിലും ഒക്കെ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്